നമ്മുടെ ഇന്ന് നമ്മുടെ ധവളപത്രത്തിൻ്റെ ഡിസ്കഷനാണ് നടക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് പോകണം പെട്ടെന്ന്. എനിക്ക് കുറച്ച് ചില കേസുകളുടെ കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇപ്പം ഞങ്ങൾ ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് ഫിസിസിസ്റ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഭാഗമായിട്ട് 2023 ജാനുവരി 22 ഇവിടെ ഒരു വലിയൊരു സമരം നടത്തുകയുണ്ടായിരുന്നു. അത് അയ്യങ്കാളി സ്ക്വയറിൽ നിന്ന് ഞങ്ങൾ നമ്മുടെ അസംബ്ലി ഹാള് വരെ വന്നു. അന്ന് അത് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ചീഫ് മിനിസ്റ്ററായി, ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററായ നമ്മുടെ വി ഡി സതീശൻ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളിത് വളരെ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ധവളപത്ര പ്രകാശനത്തിനും അതുപോലെ ബഡ്ജറ്റിലും അത് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ആധികാരികമായി തന്നെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഉള്ളത് ഞാൻ നടത്തിയ കുറേ കേസുകളുടെ കാര്യം. കാരണം നമ്മൾക്ക് PhD സ്റ്റുഡൻസിന് പൈസ കിട്ടാത്തത് കൊണ്ട് അവർക്ക് ഇപ്പോൾ OP പറഞ്ഞതുപോലെ പൈസ കിട്ടാത്തതുകൊണ്ട് പഠനം തുടരാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ കേസ് കൊടുത്തത്. അപ്പോൾ കേസ് കൊടുക്കുന്ന സമയത്താണ് അവർക്ക് പൈസ കിട്ടിയത്. അത് എന്നിട്ടും ഇതുവരെയായിട്ട് അത് മുഴുവനായിട്ടും കിട്ടാത്ത സന്ദർഭമുണ്ട്. പിന്നെ അവർക്ക് വീട് കൊടുക്കാത്തതും ഇതുപോലെ തന്നെ നമ്മൾ കേസ് കൊടുത്തതിന് ശേഷമാണ് കുറേ പേർക്ക് വീട് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ഒരു ശരിയായിട്ടുള്ള ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒന്നല്ല, ഒരുപാട്. ഞാനിങ്ങനെ ആൾക്കാർ വരുമ്പോൾ നമ്മുടെ ഒരു ആവശ്യം പോലെ നമ്മൾ കേസ് കൊടുത്തിട്ടാണ് പല കാര്യങ്ങളും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മോണിറ്ററിങ്, അതായത് എങ്ങനെ പൈസ ചെലവഴിക്കുന്നു എന്നുള്ള ഒരു മോണിറ്ററിങ്, കാരണം ഇതിൻ്റെ പുറകെ നമ്മൾ നടന്നെങ്കിൽ മാത്രമേ നമുക്കിതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ടാവും. എങ്കിൽ മാത്രമേ എങ്ങനെയാണ് പൈസ ചിലവഴി. ഇപ്പം ഞാനിപ്പോൾ ഈ സർക്കാർ വക്കീലായിട്ട് സ്പെഷ്യൽ കൗൺസിലറായിട്ട് വന്നൊരു 5-6 കേസുകൾ വന്നു. ആ 5-6 കേസുകൾ ഒരു 4 കേസ് വന്നതും കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കാത്തതാണ്. കോൺട്രാക്ടർമാർ, കാരണം നമുക്കറിയാം വലിയ തുകയാണ്. അത് നമ്മുടെ കൂട്ടത്തിൽ ആരും കോൺട്രാക്ടേഴ്സ് ഇല്ല. അപ്പോൾ ഈ പൈസ എങ്ങനെയാണ് നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നില്ല, നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന പൈസയാണ് ഈ കോൺട്രാക്റ്റ് എമൗണ്ടും പോകുന്നത്. അത് ആർക്കാണ് കിട്ടുന്നത്? നമുക്കല്ല കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞിടുന്ന ആൾക്കാർ നമ്മളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഈ ചെയ്ത കേസുകളിലെ കാര്യങ്ങളും ഇപ്പോൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മളൊരു ഈ പണത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മൾ തന്നെ അതിനെക്കുറിച്ച് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഒരുപക്ഷെ നമുക്കായിരിക്കില്ല അത് കിട്ടുന്നെങ്കിൽ പോലും നമ്മുടെ ജനങ്ങൾക്ക് അത് കിട്ടുന്നതിന് നമ്മൾ തന്നെ അതിനകത്ത് ഉത്സാഹിച്ച് അതിൻ്റെ കൂടെ തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഭീം. പിന്നെ അഭിനന്ദനത്തിന് വളരെയധികം നന്ദി.